Dear students, our next theorem is statement പറയാം. If two positive integers a and b have the factorization a is equal to product I is equal to 1 to infinity pi raised to ai and b is equal to product I is equal to 1 to infinity pi raised to bi. അപ്പം എയും ബിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ പവറിൽ വരുന്ന വ്യത്യാസമാണ്. റെപ്രസെൻറ്റേഷൻ സെയിം രീതിയിൽ തന്നെയാണ്, സെയിം ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ജനറൽ ഫോം ഇതാണ്. ആ പവർ മാത്രമാണ് വ്യത്യാസം വരിക. അപ്പോൾ എയുടെ പവർ എ എന്നും നമ്മൾ എഴുതി, ബിയുടെ പവേഴ്സ്, അതായത് ബിയുടെ ഫാക്ടേഴ്സിൻ്റെ പവേഴ്സ് ബി ഐ എന്നും നമ്മൾ എഴുതി. ദെൻ ദെയർ ജി സി ഡി ഹാസ് ദി ഫാക്ടറൈസേഷൻ എന്താണ്? ജി സി ഡി ഓഫ് എ കോമ ബി ഈക്വൽ ടു പ്രോഡക്റ്റ് ഐ ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി പി ഐ റേസ് ടു സി ഐ. അവിടെയും എന്ത് മാത്രമേ വ്യത്യാസമുള്ളൂ? ആ പവറിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ പവർ സി ഐ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? സി ഐ ഈക്വൽ ടു മിനിമം ഓഫ് എ ഐ കോമ ബി ഐ. അതായത് നമ്മളിപ്പം പി വണ്ണിൻ്റെ പവർ എങ്ങനെ എഴുതുക? പി വണ്ണിൻ്റെ പവർ എയുടെ പവറും എടുക്കുക, ബിയുടെ പവറും എടുക്കുക. അതായത് എ വണ്ണും എടുക്കുക, ബി വണ്ണും എടുക്കുക. ഇതിൽ മിനിമം വാല്യൂ ഏതാണോ അതിനെ സി വൺ എന്ന് കൊടുക്കുക. അതായിരിക്കും ജി സി ഡിയിൽ പി വണ്ണിന് വരുന്ന പവർ. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. ഈച്ച് സി ഐ ഈക്വൽ ടു മിനിമം ഓഫ് എ ഐ കോമ ബി ഐ, അതായത് സ്മോളസ്റ്റ് ഓഫ് എ ഐ ആൻഡ് ബി ഐ. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്. അപ്പോൾ നമ്മുടെ ക്ലെയിം എന്താണ്? ക്ലെയിം എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഐ ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി പി ഐ റൈസ് ടു സി ഐ ഈക്വൽ ടു ജി സി ഡി ഓഫ് എ കോമ ബി വെയർ സി ഐ ഈക്വൽ ടു മിനിമം ഓഫ് എ ഐ കോമ ബി ഐ. അതാണ് നമ്മുടെ ക്ലെയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യാം? ജസ്റ്റ് അതിനെ ഡി എന്ന് വിളിച്ചു. അതായത് ജി സി ഡി എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, പ്രോഡക്റ്റ് ഐ ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി പി ഐ റൈസ് ടു സി ഐ. അതിനെ എന്ത് വിളിച്ചു? ഡി എന്ന് വിളിച്ചു. ഇനി നമുക്കറിയാം ഓരോ പി ഐയും എന്താണ്? പ്രൈം നമ്പേഴ്സാണ് അല്ലേ? പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ ഏറ്റവും ലീസ്റ്റ് പ്രൈം നമ്പർ ഏതാണ്? 2 ആണ്. അപ്പോൾ ഓരോ പി ഐയുടെയും വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡിയുടെ വാല്യൂ എന്താണ്? അപ്പം 2വിനേക്കാൾ വലിയ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ് ഇവിടെ കിടക്കുന്നത്. സോ ഡിയുടെ വാല്യൂ തീർച്ചയായിട്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി ടു പ്രൂവ് ദാറ്റ് ഡി ഈസ് എ കോമൺ ഡിവൈസർ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡി ആണ് ജി സി ഡി ഓഫ് എ കോമ ബി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ശരിയല്ലേ? അതായത് നമ്മുടെ ക്ലെയിം ഇതാണ്, പ്രോഡക്റ്റ് പി ഐ റൈസ് ടു സി ഐ ഈക്വൽ ടു ജി സി ഡി ഓഫ് എ ബി. ഈ പ്രോഡക്റ്റിനെയാണ് നമ്മൾ ഡി എന്ന് വിളിച്ചത്. അപ്പോൾ ആക്ച്വലി നമ്മുടെ ക്ലെയിം എന്താണ്? ഡി ഈക്വൽ ടു ജി സി ഡി ഓഫ് എ ബി എന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ക്ലെയിം. അപ്പോൾ ജി സി ഡിക്ക് നമ്മൾ 3 കണ്ടീഷൻസാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡി ഈസ് എ കോമൺ ഡിവൈസർ ഓഫ് എ ആൻഡ് ബി. അതായത് ഡി ഡിവൈഡ്സ് എ, അതുപോലെ തന്നെ ഡി ഡിവൈഡ്സ് ബി. ഇപ്പോൾ ഡി ഈസ് എ കോമൺ ഡിവൈസർ ഓഫ് എ ആൻഡ് ബി എന്ന് കാണിക്കണം. ഇതാണ് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ. തേർഡ് കണ്ടീഷൻ എന്താണ്? തേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു കോമൺ ഡിവൈസർ ഇ എടുത്താലും, അതായത് ഇ ഈസ് എ കോമൺ ഡിവൈസർ ഓഫ് എ ആൻഡ് ബി ആണെങ്കിൽ ഇ ഡിവൈഡ്സ് ഡി ആയിരിക്കണം. അപ്പോൾ നമുക്കിനി ഈ 2ഉം 3ഉം കണ്ടീഷനും കൂടി ഇനി പ്രൂവ് ചെയ്യാനുണ്ട്. ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മാത്രമേ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. പ്രൂവ് ദാറ്റ് ഡി ഈസ് എ കോമൺ ഡിവൈസർ ഓഫ് എ ആൻഡ് ബി. ഇനി എന്തായിരുന്നു സി എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് എ ഐ, സി ഐ എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് എ ഐ ആൻഡ് ബി ഐ ആണ്. അപ്പോൾ എ ഐയും ബി ഐയും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിൽ മിനിമം വാല്യൂ ആണ് സി ഐ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ സി ഐ എന്തായാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഐയും ആയിരിക്കും, അതുപോലെ തന്നെ സി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐയും ആയിരിക്കും. കാരണം ഈ 2 വാല്യൂയിലും മിനിമം ആണല്ലോ നമ്മൾ സി ഐ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് 2നേക്കാളും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ സി ഐയുടെ വാല്യൂ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ നമുക്ക് പറയാം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഐ, അതുപോലെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ. ഈ 2 കണ്ടീഷനും നമുക്ക് എന്തിനെ പറ്റി പറയാം? സി ഐയെ പറ്റി പറയാം. ഇനി എന്തായിരുന്നു നമ്മൾ ഡി ആയിട്ട് സെറ്റ് ചെയ്തത്? പ്രോഡക്റ്റ് ഐ ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി പി ഐ റൈസ് ടു സി ഐ. അവിടെ സി ഐയുടെ വാല്യൂ എന്താണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഐ ആവുമ്പോൾ നമുക്ക് പറയാം ഡി ഈസ് എ ഡിവൈസർ ഓഫ് ക്യാപിറ്റൽ എ. അതുപോലെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ ആയതുകൊണ്ട് നമുക്ക് പറയാം ഡി ഈസ് എ ഡിവൈസർ ഓഫ് ബി.
ശരിയല്ലേ? കാരണം നമ്മുടെ മുമ്പത്തെ തിയറം അങ്ങനെയാണ്. ഞാൻ അതുകൊണ്ടാണ് ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അത്രയും സ്ട്രെസ് ചെയ്ത് ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ പ്രൂഫല്ല ഇമ്പോർട്ടൻറ്റ്, ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ പോസിറ്റീവ് ഡിവൈസറിൻ്റെ ഫോം നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇതിൻ്റെ പവറിലാണ് കാര്യം ഇരിക്കുന്നത്. സോ നമുക്ക് ഡി ഈസ് എ ഡിവൈസർ ഓഫ് എ എന്നും കിട്ടി, ഡി ഈസ് എ ഡിവൈസർ ഓഫ് ബി എന്നും കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡി ഈസ് എ കോമൺ ഡിവൈസർ ഓഫ് എ ആൻഡ് ബി എന്ന് പറയാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് ട്രൂ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഒരു കോമൺ ഡിവൈസർ ഇ എടുക്കുക, എന്നിട്ട് ഇ ഡിവൈഡ്സ് ഡി എന്ന് കാണിക്കുക. അപ്പോൾ ലെറ്റ് ഇ ഈക്വൽ ടു പ്രോഡക്റ്റ് ഐ ഈസ് ഈക്വൽ ടു 1 to infinity പി ഐ റൈസ് ടു ഇ ഐ എന്ന് എടുക്കുക. ബി എ കോമൺ ഡിവൈസർ ഓഫ് എ ആൻഡ് ബി. അപ്പോൾ ഈ നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്തത്? പ്രോഡക്റ്റ് പി ഐ റൈസ് ടു ഇ ഐ where I is equal to 1 to infinity is a common divisor of A and B. അപ്പോൾ എയുടെയും ബിയുടെയും കോമൺ ഡിവൈസർ ആയതുകൊണ്ട് ഈ പവറിനെ പറ്റി നമുക്ക് എന്ത് പറയാം? പവർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഐ ആയിരിക്കും. കാരണം അത് എയുടെ ഡിവൈസർ ആണല്ലോ. അതുപോലെ തന്നെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐയും ആയിരിക്കും. അപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ പറയാം. സോ അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ, അതുപോലെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഐ, ഈ രണ്ട് കണ്ടീഷനും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് എ ഐയേക്കാളും ചെറുതാണ്, ബി ഐയേക്കാളും ചെറുതാണെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് എ ഐ കോമ ബി ഐ എന്ന് പറയാം. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതിൻ്റെ മിനിമം വാല്യൂ സി ഐ അല്ലേ? അപ്പോൾ സി ഐയുടെ കേസിലും നമുക്ക് എന്ത് പറയാം? സി ഐയേക്കാളും ചെറുതുമാണ്, 0യേക്കാളും വലുതുമാണ്. സോ ഇ ഡിവൈഡ്സ് ഡി എന്ന് പറയാം. കാരണം ഡിയുടെ പവറിനേക്കാളും ചെറുതാണ് ഇയുടെ പവർ വന്നേക്കുന്നത്. സോ ഡി ഈസ് എ ഡിവൈസർ ഓഫ് ഇ. അപ്പം നമ്മൾ ഇ ഡിവൈഡ്സ് ഡി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇ ഡിവൈഡ്സ് ഡി എന്നാണ്. കാരണം ഇയുടെ പവർ ഡിയുടെ പവറിനേക്കാളും ചെറുതാണ്. ഇതാണ് ഇയുടെ പവർ, ഇതാണ് ഡിയുടെ പവർ. അപ്പോൾ ഈ പവറിൻ്റെ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിവൈസർ ആണെന്ന് പറയാൻ പറ്റും. അതെല്ലാം നമ്മൾ ഇതിന് മുമ്പത്തെ ആ തിയറം വെച്ചിട്ടാണ് ഇതെല്ലാം പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കണ്ടീഷനും ഹോൾഡ് ചെയ്യുന്നു എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡി ഈസ് ദ ജി സി ഡി ഓഫ് എ ആൻഡ് ബി എന്ന് പറയാം. അപ്പം നിങ്ങൾ ആ പ്രൂഫ് ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കിയാൽ മതി. വളരെ സിമ്പിളാണ്. ആ ജി സി ഡിയുടെ ഡെഫിനിഷനിൽ പറയുന്ന 3 കണ്ടീഷൻ മാത്രം അവിടെ പ്രൂവ് ചെയ്ത് കാണിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.